വയനാട് നമ്മുടെ സ്വന്തം നാട്. എൻ്റെ സ്വന്തം നാടിന്, എൻ്റെ സ്വന്തം നാട്ടിലെ കരടിപ്പാറയ്ക്ക് അഭിമാനമായ 2 കുട്ടികൾ കേട്ടോ. ഈ വർഷത്തെ കേരളോത്സവത്തിന് ഇപ്രാവശ്യം ഇപ്പോൾ തൊട്ടടുത്ത് 3 ഗോൾഡ് മെഡൽ നേടിയ അമൃത, അതുപോലെ തന്നെ ദേവനന്ദ റിലേയിൽ ആ മക്കളുടെ വീട്ടിലാണ്. തൊട്ടടുത്തടുത്ത വീടാണ്. നമുക്ക് അവിടെ നിന്ന് വിളിക്കാം. മക്കളെ എവിടെ വാ. ഇത് കണ്ടോ, നമ്മുടെ നാടിൻ്റെ അഭിമാനം എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഇത്തിരി അഹങ്കാരത്തോടെ പറഞ്ഞു തന്നെ. ഇപ്രാവശ്യം കിട്ടിയ 4 ഗോൾഡ് മെഡൽ കേട്ടോ. അതുപോലെ തന്നെ 100 മീറ്റർ റിലേയിൽ അല്ലേ ദേവനന്ദ, അമൃത അല്ലേ. അത് മാത്രമല്ല, ഇവിടെ കണ്ടോ, ഇത് മൊത്തം അമൃതക്ക് കിട്ടിയ അംഗീകാരങ്ങളാട്ടോ. വീട്ടിക്കൊന്നും ആരും അങ്ങനെ വന്നിട്ടില്ല. എനിക്ക് പേഴ്സണലായിട്ട് കിട്ടിയിട്ട് വീട്ടിക്കൊന്നും ആരും അങ്ങനെ ഇതുവരെയായിട്ട് വന്നിട്ടില്ല. പിന്നെ സ്കൂളിലേക്ക് ഇങ്ങനെ ഓരോരുത്തർ വന്ന് എല്ലാവരെയും കൂടി ഇന്റർവ്യൂ എടുക്കുന്നല്ലാണ്ട് വീട്ടിലേക്ക് ആരും വന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ഈ കേരളോത്സവം കഴിഞ്ഞിട്ട് റേഡിയോ മാറ്റുലി പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ കാണാൻ പോകുന്നത് ദേവനന്ദക്ക് കിട്ടിയ കുറച്ച് അവാർഡുകളാട്ടോ, കുറച്ച് അംഗീകാരങ്ങളാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രമാത്രം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരുടെയൊക്കെ അച്ഛമ്മ ഇവിടെ വരികയെന്ന് ഇതാ, ഇതിനൊക്കെ ഇവരെ കൂടെ ഫുൾ സപ്പോർട്ട് ചെയ്തിട്ട് ശാരദ അല്ലേ അച്ഛമ്മ കേട്ടോ. ഈ അച്ഛമ്മയാണ് ഇവരുടെ അല്ലേ ഇവർക്ക് എല്ലാ ആവേശം വരുന്ന് ഇവരുടെ കൂടെ ഒരുമിച്ച് നിൽക്കുന്നത്. ഇതേ മേഖലയിൽ തന്നെ തുടർന്ന് പോയിട്ട് ഒരു രാജ്യത്തിന് വേണ്ടി ഒരു മെഡൽ, അതിപ്പോ രാജ്യത്തിന് മെഡൽ വരാൻ പറ്റില്ലെങ്കിലും ഒരു എന്തെങ്കിലും ഒന്ന് രാജ്യത്തിനൊന്ന് റെപ്രസെന്റ് ചെയ്ത് ഇവന്റ് ചെയ്യാം. ഓക്കെ.